ദുബായ്ക്ക് ലോകത്ത് തന്നെ ഏറ്റവും വലിയ എയർപോർട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? ഓൾറെഡി 92 മില്യൺ പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുന്ന ഒരു വലിയ എയർപോർട്ട് ഉണ്ട്. ഒരു മെട്രോ തന്നെ വേണം അത് കവർ ചെയ്ത് തീർക്കണമെങ്കിൽ. അത്രയും വലിയൊരു എയർപോർട്ട് ഉണ്ടാകുന്ന സമയത്ത് തന്നെ വലിയൊരു എയർപോർട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? ദുബായ് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ജബൽ അലി പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം അവിടുന്ന് ജാവ്സ് ഏരിയയിൽ നിന്ന് മാത്രം 36% ഓഫ് GDP ആണ് അവിടുന്ന് മാത്രം ജനറേറ്റ് ചെയ്യുന്നത്. അതിന് പാരലായിട്ടാണ് അൽ മക്തൂം എയർപോർട്ട് വരുന്നത്. 5 റൺവേസ് വരുന്ന 260 മില്യൺ പാസഞ്ചേഴ്സിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു എയർപോർട്ടാണത്. ഈസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും സെൻട്രൽ പൊസിഷൻ ചെയ്തിട്ടുള്ള ദുബായ് ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഗ്ലോബൽ ഹബ്ബായി മാറി. ഇതിനെ ചുറ്റിപ്പറ്റിയിട്ട് ഒരുപാട് ബിസിനസ്സും ഡെവലപ്മെൻറ്റ്സും ഉണ്ടാവാൻ പോവാണ്. ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി ഇൻവെസ്റ്റേഴ്സിന് ആ ഏരിയ മെച്ചോർഡായി വരുമ്പോഴത്തേനും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ആ മൊത്തം മെച്ചോറിറ്റിയുടെ ബെനിഫിറ്റ്സ് കിട്ടും. ലോങ് ടേം ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ദുബായ് സൗത്ത് എന്ന് പറയുന്ന മൊത്തം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭാവിയിൽ ഏറ്റവും നല്ലൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ROI അവർക്ക് കിട്ടും.